ലേണിംഗ് ശ്വേതാമസ് ആണ്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ആനുവൽ എക്സാമിന് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഉണ്ടാകും ഈ ഒരു സമയത്ത്. ഏതൊക്കെ പോർഷൻസ് ആണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകതരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വെക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിക്കേ, ഒരു അടിപൊളി ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുട്ടയിൽ 17 പൂക്കളുണ്ട്. 3 എണ്ണം നമ്മുടെ ജാൻവി എടുത്തു. ഒരു 17 പൂക്കളുള്ള ഒരു കൊട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊട്ടയിൽ എന്തെന്നാ 3 പൂക്കള് നമ്മുടെ ജാൻവി കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പൂക്കളുണ്ട് എന്നാണ് നമ്മളുടെ ചോദ്യം അല്ലേ. അപ്പൊ എന്താടാ, 17 നിന്ന് നമ്മൾ 3 കുറച്ചാൽ മതി അല്ലേ. അതായത് 10 + 7 - 3. 10 + 7 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 10നോട് 4 കൂട്ടിയാൽ 14 പൂക്കളാണ് ഇപ്പൊ നമ്മുടെ കൊട്ടയിലുള്ളത്. അപ്പൊ നമ്മളിവിടെ 14 എന്ന് എഴുതി വെച്ചു. അടുത്ത ചോദ്യം നോക്കിയാലോ. ലിസി 4 എണ്ണം പുതുതായി കുട്ടയിൽ വെച്ചു അല്ലെ. ഈ കൊട്ടയിൽ എന്താ ചെയ്തത്? നമ്മുടെ ലിസി കുട്ടി 4 എണ്ണം പുതിയതായിട്ട് വെച്ചു. ഇപ്പോൾ കുട്ടയിൽ എത്ര പൂക്കളുണ്ട്? അപ്പൊ എത്ര എണ്ണായിരുന്നു? 14 എണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. 14നോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 എണ്ണം കൂട്ടിയാൽ മതി. അതായത് 10 + 4 + 4. 4ഉം 4ഉം കൂടെ എത്രയാണ്? കൂട്ടിക്കഴിഞ്ഞാൽ 8 വരും. അപ്പൊ ആകെ എത്രയായി? 18 പൂക്കളാണ് ഇപ്പോൾ ആ ഒരു കുട്ടയിലുള്ളത് അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ് ഒരെണ്ണം കുട്ടയിൽ നിന്നെടുത്തു. ഇപ്പോൾ കുട്ടയിൽ എത്ര പൂക്കളുണ്ട്? ഇപ്പോൾ എത്രയായിരുന്നു? 18 എണ്ണായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. 18ൽ നിന്ന് നമ്മുടെ രാജ് എന്ത് ചെയ്തു? ഒരെണ്ണം കുട്ടയിൽ നിന്ന് എടുത്തു അല്ലെ. അതായത് 10 + 8 - 1 = 10 + 7 17 പൂക്കളാണ് ഇപ്പൊ നമ്മുടെ കുട്ടയിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.